മാഡം, നിങ്ങളുടെ ഓരോ മൂവ്മെന്റും ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ വരുന്ന ആളെ മനസ്സിലായോ? ഡോക്ടർ? നോ, ഞങ്ങളുടെ ടീം ഓഫീസറാണ്. അവിടെ ഇരിക്കുന്ന ആളെ മനസ്സിലായോ? പേഷ്യന്റ്? അല്ല, ഞങ്ങളുടെ ആളാ. ആ തുടയ്ക്കുന്നവൻ ആരാണെന്ന് മനസ്സിലായോ? നിങ്ങൾ തന്നെ പറ. സ്വീപ്പർ അല്ല, അത് നമ്മുടെ ആളാ. ബൈ ദ വേ, ആ ഇരിക്കുന്നവർ ആരാണെന്ന് മനസ്സിലായോ? സ്മാർട്ട് ലേഡീസ്. റിസപ്ഷനിസ്റ്റ്, നിങ്ങളുടെ ആളുകൾ. നോട്ട് അറ്റ് ഓൾ. അവർ രണ്ടാളെയും മാറ്റി കൺഫ്യൂസ്ഡ് ആക്കാൻ. കണ്ടില്ലേ, ഇപ്പൊ നിങ്ങളായതുപോലെ. നിന്നെ പറ്റി ഓർക്കണ്ടെന്ന് വിചാരിക്കും. പക്ഷെ എവിടെ നോക്കിയാലും നീ ഉണ്ടല്ലോ. അല്ല, ഇത് സ്വപ്നാണോ? സ്വപ്നമാണെങ്കിൽ നിന്റെ സ്വപ്നത്തിൽ അവനും അവന്റെ സ്വപ്നത്തിൽ നീയും വരണം. ഇടയ്ക്ക് ഞാനും കേറി വന്നല്ലോ, ഇടവേള പോലെ. എടാ, നീ ഒന്നും മിണ്ടാതിരിക്കേ പ്രിയ. ആക്ച്വലി നോ, അടുത്ത് വരരുത്. ഈ ബസർ ഞെക്കിയ പോലീസ് ഇപ്പൊ ഇവിടെ വരും. നീ ചെയ്തത് പോരാത്തതിന് നിന്റെ ബോസിനെ കൊണ്ട് വന്നിരിക്കുക. ബോസാ? ഇതാ ഞാനാ? എന്നെ എന്താ പോലീസുകാരെന്ന് കരുതിയോ നീയൊക്കെ? അതോ രണ്ടും കൂടെ ചേർന്ന് പൊതുമുതലെന്ന് കരുതിയോ? അതും ഇതൊന്നും വിളിച്ചാലുണ്ടല്ലോ. മിണ്ടാതിരിക്കേ പ്രിയ. പ്രിയ, എനിക്കൊന്നും അറിയില്ല. നീ ഉദ്ദേശിക്കുന്ന ആള് ഞാനുമല്ല. ഇതല്ലടാ നിന്റെ അടുത്ത ഡയലോഗ്. പറയടാ. മിണ്ടാതിരിക്കടാ. ഞാൻ സംസാരിക്കുന്നത് കണ്ടില്ലേ? എന്ത് സംസാരിക്കാനാ? എന്ത് സംസാരിക്കുന്നത് എന്നോട് സംസാരിച്ചൊക്കെ മതി. എന്നോട് സംസാരിക്കണം. കണ്ടോ, ഇവിടെ നീ നിന്റെ സ്വഭാവം കാണിച്ചു. കറക്റ്റ് അവള് പറഞ്ഞത് കേട്ടോ. വായടച്ച് നിക്കാൻ പറഞ്ഞാ കേക്കില്ല. പ്രിയ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. സാധാരണ പോലീസ് ലേറ്റ് ആയിട്ടാണ് വരിക. ഞാൻ ബസ് അമർത്തുന്നതിന് മുമ്പേ എത്തി. എങ്ങനെ? ദയവ് ഇതെന്നെ ഷൂട്ട് ചെയ്യല്ലേ സാർ. എന്റെ ജീവൻ പോയാൽ എന്റെ മാതൃഭൂമിയിൽ തന്നെ എന്നെ അടക്കണം സാർ. എന്ത് മനുഷ്യനാണ് ഗോസ്റ്റ്? സാർ, അത് ഞാൻ തന്റെ ഒരു വലിയ ഫാൻ. ഒരു സെൽഫി പ്ലീസ്. ഞാൻ പ്ലീസ് സാർ. ഇവനെ ആരുടെ പോലീസ് എടുത്തത്? വായും പൊട്ടി ചുമ്മാരിക്കേ. സെൽഫി വരൂ സാർ. താങ്ക് യു. എടുത്തോ. വാ, നിങ്ങൾ വാ. സാരമില്ല, സാർ എടുത്തോ. Don't touch me. വേണ്ട, ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ ഇടിക്കാതെ മരിച്ചു. ദൈവമേ, വന്ന് ഇടിക്കാതെടാ ഇങ്ങനെ. അയ്യോ, മതി. നീയൊക്കെ ഒരു പോലീസോ? ഹലോ, ഔട്ട് ഓഫ് ടച്ച് മാൻ. What happened? അയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? ആസ് യൂഷ്വൽ അയാൾ എസ്കേപ്പ് ആയി. വലിയ കഷ്ടമായി പോയി മാഡം. ഒരു സെൽഫി എടുക്കാൻ നോക്കിയതാ, പെട്ടെന്നാ എസ്കേപ്പ് ആയത്. തന്റെ സെൽഫി കാരണം ഗോസ്റ്റ് മിസ്സായത്. അയ്യേ, അതെന്താ മാഡം, നിങ്ങൾ സാറും എത്ര തവണ അവനെ എസ്കേപ്പ് ആക്കി? അതിന് മാത്രം കണക്കില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആണെങ്കിലും അത് നിങ്ങൾ ചോദിക്കും. ഇത് എവിടുത്തെ ന്യായമാ? സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ഇനി അവൻ വന്ന ഉറപ്പായും അറിയിക്കാം. ബസർ വേണ്ട, ഗിവ് ദ മൊബൈൽ. മൊബൈലിൽ ട്രാക്കർ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഓക്കെ? അവൻ നെക്സ്റ്റ് ടൈം വരുമ്പോ എൻഗേജ്ഡ് ആക്കി നിർത്തണം. വിൽ ഡെഫിനറ്റ്ലി ബി ദേർ ഇൻ എ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് നാബ് ഹിം. ഹോസ്പിറ്റലിലേക്ക് വന്ന് നമ്മുടെ ഓഫീസേഴ്സിനെ അടിച്ചിട്ട് അങ്ങ് രക്ഷപ്പെട്ടു. അവന്റെ നെക്സ്റ്റ് ടാർഗറ്റ് എന്താ? ആരാ? We need to find out. Sir, as you told, we digged in and we found some information regarding those incidents. And all of those incidents have been done by Ghost. And they've all been connected directly or indirectly to the Indian billionaire Devendra. He might be his next target. To conclude, the project is going to go live in the next 2 days. We have the medicine, gentlemen. Let's spread the virus all over the world. This is going to be our big business. Let's do it, gentlemen. ഇന്റർപോൾ ഓഫീസർ ശരത് കാണാൻ വന്നിരിക്കുന്നു. മിസ്റ്റർ ശരത്, ഇന്റർപോൾ ഓഫീസർ, ഇരിക്കൂ. So tell me, officer, what brings you here? I'll just come straight to the point, Mr. Dev. നിങ്ങളുടെ PA മരണപ്പെട്ടു. This was done by Ghost. The most important point is, Ghost ചെയ്യുന്ന എല്ലാ ക്രൈംസും are connected to you and your companies. From the museum robbery to your PA's murder. He's been targeting you and your people. I just want to know why. ഈ ചോദ്യം ഞാൻ നിങ്ങളോടാണ് ചോദിക്കേണ്ടത്. Why me, officer?
ആൻഡ് വൈ മൈ കമ്പനീസ് ഓഫീസർ? ആക്ച്വലി എനിക്കാരും എനിമീസ് ഇല്ല. അതുമല്ല, ആരാണ് ഈ ഗോസ്റ്റ്? ആൻഡ് യു ഷുഡ് ബി ഫൈൻഡിങ് ഔട്ട് ഓൾ ദീസ് തിങ്സ്. വൈ യു ക്വസ്റ്റ്യനിങ് മീ ഓഫീസർ? ഞാൻ ഈ ഇൻഫർമേഷൻ ചോദിച്ചത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ലെറ്റ് മീ ഗീവ് യു എ പീസ് ഓഫ് അഡ്വൈസ്. ഗോസ്റ്റ് നെവർ മിസ്സസ് ഹിസ് ടാർഗറ്റ്സ്. ഹാവ് എ നൈസ് ടൈം, മിസ്റ്റർ ദേവ്. സർവം സമഞ്ജസം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഹം. നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഇവിടെ വരെ മതി. പ്ലീസ് ബി ഹിയർ. ഓക്കെ, അവൾ അങ്ങനെ പറയും, ഇവൾ ഇങ്ങനെ പറയും. Welcome to Crime News Bulletin. This is Natasha. I'm gonna be here with the latest news updates. What is about the breaking എന്താ? news? The two ഫോണിന്റെ prisoners ലോക്ക് മാറ്റിയാ? prosecuted for the bomb blast മാറ്റി escaped മാറ്റി from മാറ്റി the police custody. ലോക്കിനെ അൺലോക്ക് ചെയ്യുന്നതിലും അൺലോക്കിനെ ലോക്ക് ചെയ്യുന്നതിലും നീ എക്സ്പെർട്ട് ആണല്ലോ. ചെയ്യ് Finally അവന്റെ managed ഒരു to escape ലോക്കും from their അൺലോക്കും. confinement. Ghosts and നോക്ക്, bows are the ടി main വി reason ഓൺ factors ചെയ്താൽ behind മതി. this bomb blast. എല്ലാം നിന്നെ പറ്റിയുള്ള ന്യൂസാ. People like Ghosts and others were injured in the powerful bomb blast. Police has warned the people to be ഇവിടെ എന്താ നിങ്ങൾ ചെയ്യുന്നേ? പ്രിയ, അത് ഞാൻ ഓ. പിന്നെ related areas. അത് ഇതാണോ? അത് മാത്രമല്ല, എല്ലാം സാറാ. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ. അയ്യോ, ഇനി എന്തൊക്കെയാണാവോ ചെയ്യാൻ പോകുന്നത്. Blasted Dave Pharma, what is also be done by the ghost and his boss. Considering the timing, the police suspects that it could be done by them. ഏയ്, Police department should take imperative എന്റെ action. കൂടെ ഇരുന്നിട്ട് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്? ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെ ചെയ്യാനാണോ? ചുമ്മാ ഇരിടാ, എടാ, വേണ്ട. പിന്നെ ഇത് പ്രിയ, എങ്ങനെയാണോ ഞാൻ- ഇതൊക്കെ കാണിക്കുന്നത്? എടാ, പ്രിയ, ശിവ. ഏയ്, പ്രിയ, You explain പ്രിയ, this ഞാൻ to police, പറയുന്നതൊന്ന് കേൾക്ക്. not to me. എനിക്കൊന്നും Not to അറിയില്ല. me. പ്രിയ, ഞാൻ- Stay away from me. നീ ഇവിടെ ഇരുന്നുകൊണ്ട് അവിടെ എങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റും? ആ, അത് നടക്കും സാർ, എല്ലാം നടക്കും. കൂടെ നടക്കുന്ന എനിക്കേ അറിയുന്നില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ അറിയാനാ? അല്ല പിന്നെ ഏയ്, ഞാൻ പറയുന്ന കേക്ക്. ഇന്ത്യയിൽ നിന്ന് ഇവിടെ ലാൻഡ് ചെയ്തപ്പോ എന്തുണ്ടായി? പോലീസുകാർ കൊണ്ടുവന്നു, എങ്ങനെ കൊണ്ടുവന്നു? വാനിൽ കൊണ്ടുവന്നു, അതിനുശേഷം എന്തുണ്ടായി? രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ട് എവിടേക്ക് പോയി? ഹോസ്പിറ്റലിൽ പോയി, ഹോസ്പിറ്റലിൽ നിന്ന് എവിടേക്കാ വന്നത്? ഇവിടെ വന്നു. ഇവിടേക്കല്ലേ വന്നത്? അപ്പം മിണ്ടാതെ നിൽക്ക്. അപ്പോ നിന്നെ പോലെ വേറെ ഒരുത്തനും ഉണ്ടെന്നാണോ? ഉണ്ട് സർ. എന്താ ഡബിൾ റോളാ? അയ്യോ അയ്യോ, ഒരുത്തനെ സഹിക്കാൻ പറ്റുന്നില്ല, ഇപ്പൊ രണ്ടാളോ? പ്രിയ, ഞാൻ പറയുന്ന കേക്ക്. ഇതുവരെ നടന്നൊക്കെ ഞാൻ പറയാം. അവൻ നീയല്ല എങ്കില് ആ ചീഫ് സർജൻ എന്തിനാ നിന്നെ കുത്താൻ വന്നത്? ചീഫ് സർജനോ? ആ, അത് തന്നെ ഞാൻ നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞത്. റിലാക്സ്. ഐ ആം ജസ്റ്റ് എ ഡോക്ടർ. എനിക്ക് ഇന്റർപോളുമായി ബന്ധമില്ല. ഐ ആം ട്രൈങ് ടു ഹെൽപ്പ് യു ഔട്ട്. അവിടെ നീക്കത് അകത്തേക്ക് വന്നോ? ഐ എം ഡോക്ടർ അനന്തകൃഷ്ണൻ, ചീഫ് സർജൻ. ആ ഡോർ ക്ലോസ് ചെയ്തേക്ക്. അതുവരെ സെഡേറ്റീവ് വേണം. ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക് പ്ലീസ്. പ്ലീസ്. എന്താ ഇത്? ഇറ്റ്സ് ജസ്റ്റ് എ സെഡേറ്റീവ്. സത്യ, എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഡോക്ടർ, എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന്? ഇതാണ് നടന്നത്. ഫോൺ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെന്താണെന്ന് നീ തന്നെ നോക്ക്. ഡോക്ടർ അനന്ത് കൃഷ്ണൻസ് ഫോൺ? അതെ, കോൺവെർസേഷൻ നോക്ക്. ഇയാളും ആ ഗോസ്റ്റും തമ്മിലുള്ള കോൺവെർസേഷൻ നോക്ക്. അവർ തമ്മിൽ അറിയാം. അവനിലൂടെ എനിക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയൂ. പ്രിയ, നിന്റെ ഹെൽപ്പ് വേണം എനിക്ക്. ഇത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ. ഞാൻ 30 വർഷമായി നിന്റെ കൂടെയുണ്ട്. ഫസ്റ്റ് ടൈം എനിക്കെല്ലാം കൺഫ്യൂസ് ആവുകയാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിന്റെ ക്രൗൺ ജുവൽ പോയില്ലേ? മൈക്കിളിനെയും രാജിനെയും കൊന്നുകളഞ്ഞു. രാജ രംഗനാഥ്, നിന്റെ ലാബ്, നിന്റെ സാമ്രാജ്യം എല്ലാം ബ്ലാസ്റ്റ്. ആ ഗോസ്റ്റ് നിന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. നിന്നെ മാത്രം. അപ്പൊ നിന്നെ ഇവിടെ വരുത്തിയതും അത് കഴിഞ്ഞ് പോലീസിൽ നിന്ന് നിന്നെ രക്ഷിച്ചതും അത് കഴിഞ്ഞ് പ്രിയയുടെ മുൻപിൽ നിന്നെ എത്തിച്ചതും എല്ലാം അവനാ. നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ? പക്ഷെ എന്തിന്? ഞാൻ പുറത്തുണ്ടെങ്കിലല്ലേ അവൻ ചെയ്യുന്നതൊക്കെ എന്റെ തലയിലാവൂ. ഞാൻ അകത്താണെങ്കിൽ അവനെന്ത് ചെയ്യും? ഏയ്,
നിന്റെ അവന്റെ ലവ് സ്റ്റോറിക്കിടയിൽ എന്തിനാടാ എന്നെ വലിച്ചെടുത്തോണ്ട് വന്നത്? പ്ലീസ് ഒന്നും മിണ്ടായിരിക്കും. അവ സംസാരിക്കല്ലേ പിന്നെന്തിനാ ഇടയിൽ കയറുന്നത്? എന്താടോ ഇങ്ങനെ ചിരിക്കുന്നത്? നിന്റെ ഫ്യൂച്ചർ ഞാൻ ക്ലിയറായി കാണുന്നുണ്ട്. അന്ന് ഞാൻ, ഇന്ന് നീയും. ജയിൽ ഡ്രസ്സൊക്കെ കരുതി വെച്ചോ. ഈ ടൈമിൽ ഈ ജോക്ക് ഇമ്പോർട്ടന്റ് ആണോ? മനുഷ്യൻ രണ്ട് കാര്യങ്ങൾക്കാണ് ചിരിക്കുന്നത്. ഒന്നാരെങ്കിലും തമാശ പറഞ്ഞാൽ, രണ്ടാമത്തേത് വട്ടായിട്ട് നിൽക്കുമ്പോ. ഇപ്പൊ നമ്മുടെ മാമന്മാര് വരും, നമ്മളെ എടുത്തോണ്ട് പോയി ജയിലിലിടും. അങ്ങനൊന്നും സംഭവിക്കില്ല. ഇന്റർപോൾ വന്നാൽ നീ ഗോസ്റ്റ് അല്ല സത്യമാണെന്ന് ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. വന്നാലല്ല മേഡം, ഇപ്പൊ വരും. എന്ത്? ശരിക്കും വരുമോ? ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. മേഡത്തിന്റെ ഫോണിൽ ട്രാക്കർ ഉണ്ട്. സത്യ സാരല്ല, വരട്ടെ. അവര് വന്ന് എന്നെ അറസ്റ്റ് ചെയ്താലേ എല്ലാത്തിനും അവസാനമാവും. അല്ലെങ്കിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ പോലീസിനെ വെട്ടിച്ച് ഓടിക്കൊണ്ടേയിരിക്കും. എന്റെ ജീവിതം എന്താടോ, ഇങ്ങനെയായി. ജയിലിൽ പോകാൻ പേടിയാണോ? ഇല്ലപ്പാ, ഇവിടെ ജയിലിൽ ഭക്ഷണം കൊള്ളത്തില്ല. അതെന്താണെന്നറിയുമോ? നമ്മുടെ നാട്ടിലാണെങ്കിൽ സ്വല്പം ചോറും ചമ്മന്തി ഉണ്ടെങ്കിൽ തൃപ്തിയാകും. ഉം. ഡീൻ, ഇവനെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അതിനൊക്കെ ഞാൻ ഉത്തരം തരാം. ശിവ ക്രിമിനൽ അല്ല സത്യ, നിന്റെ ഏട്ടനാണ്.